ശബരിമല തന്ത്രി വാജി വാഹനം കൊണ്ടുപോയതിൽ കൂടുതൽ അന്വേഷണത്തിന് SIT. തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ വാജി വാഹനം ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ശബരിമലയിലെ തന്ത്രി വാജി വാഹനം കൊണ്ടുപോയതിലാണ് അന്വേഷണം. ഇന്നലെ അത് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നാണ് SITയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ ഇന്നലെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. ഇതിൽ തന്ത്രിയുടെ വീട്ടിൽ എങ്ങനെയാണ് ഈ വാജി വാഹനം എത്തിയത് എന്നാണ് അന്വേഷിക്കുന്നത്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകാനായി ചേർന്നു. സിജോ, ഇന്നലെ ഈ വാജി വാഹനം കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അത് എങ്ങനെയാണ് തന്ത്രിയുടെ വീട്ടിൽ എത്തിയത് എന്നത് കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. ഇതിലിപ്പോൾ ഏത് രീതിയിലായിരിക്കും SITയുടെ അന്വേഷണം ഉണ്ടാവുക? എങ്ങനെയാണ് ഇത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി കണക്ട് ചെയ്യുന്നത്? ഈ കൊടിമരത്തിന്റെ പണികൾ നടക്കുന്ന സമയത്താണ് വാജി വാഹനം കൊണ്ടുപോകുന്നത്. പുതിയ കൊടിമരം നിർമ്മിക്കുന്നു. ആ സമയത്ത് ഇതിനൊപ്പമുണ്ടായിരുന്ന വാജി വാഹനം തന്ത്രി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അത് തന്ത്രി പറഞ്ഞിരുന്നെന്ന് പറഞ്ഞാൽ ഇത് അവർക്ക് അവകാശപ്പെട്ടതാണ്. ഇത്തരത്തിൽ ഒരു കൊടിമരം മാറ്റുന്ന സമയത്ത് വാജി വാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കൊണ്ടുപോവുകയും ചെയ്തിരുന്നത്. ഇത് പിന്നീട് കണ്ടെത്താൻ ഉള്ള ശ്രമത്തിനിടെയാണ് അത് തന്റെ കൈവശമുണ്ടെന്ന് തന്നെ അദ്ദേഹം പറയുകയും അത് പിന്നീട് ദേവസ്വം ബോർഡിന് കൈമാറുകയും ചെയ്തിരുന്നത്. ഇന്നലെയാണ് ഈ വാജി വാഹനം പ്രത്യേക അന്വേഷണ സംഘം കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നത്. അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിക്കുന്നത് ഈ വാജി വാഹനം ഒറിജിനൽ തന്നെയാണോ, അതോ ഈ ദ്വാരപാലക ശില്പവും കട്ടളപ്പാളിയും ഒക്കെ കൊണ്ടുപോയി അതിൽ നിന്ന് സ്വർണം ഉരുക്കിയെടുത്തതുപോലെ ഈ വാജി വാഹനവും കൊണ്ടുപോയി അതിൽ നിന്ന് സ്വർണം എടുത്തിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയമാണ് ഉള്ളത്. അതിലൊരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ശ്രമമുള്ളതുകയും ചെയ്ത്. എന്തായാലും ഇതിലൊരു മാറ്റവും വരുത്തിയിട്ടില്ല. താൻ കൊണ്ടുപോയി തങ്ങൾക്കുള്ളതാണ്, അവകാശപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ടാണ് കൊണ്ടുപോയിരുന്നതെന്നുള്ളതാണ് തന്ത്രി നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും ഇതിലൊരു ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്.